ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം. ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതികരിക്കുകയും വേണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചർക്കെതിരായി വ്യാപകമായ പ്രചാരവേല അതിന് മത്സരപരമായ രീതിയിൽ നടത്തുന്ന മാധ്യമങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ സഖാവ് PK ശ്രീമതി ടീച്ചറെ പറ്റി പറഞ്ഞിട്ടുള്ളത്, PK ശ്രീമതി ടീച്ചർ ഒരു MLAയുടെ ഭാര്യയുടെ പേരിലുള്ള കുടുംബ പെൻഷൻ വാങ്ങുന്നു എന്ന പച്ചക്കള്ളമാണ്. വ്യാപകമായ പ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. 1960 തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം MLA ആയിരുന്ന PR കൃഷ്ണൻ്റെ ഭാര്യ PK ശ്രീമതിയാണ് ഭർത്താവിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് എന്നത് വസ്തുതയാണ്, എന്നതാണ് കാര്യം. എന്നാൽ ഇത് മറച്ചു. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. അതായത് ശ്രീമതി ടീച്ചറും മരിച്ചു, അതേപോലെ തന്നെ PR കൃഷ്ണനും മരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PR കൃഷ്ണൻ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിലാണ്. ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പും ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷവും 1960 നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 1998 ജൂലൈ 7 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ MLA പെൻഷനാണ് ഭാര്യ PK ശ്രീമതിക്ക് ലഭിച്ചിരുന്നത്. PR കൃഷ്ണൻ്റെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് വനിതാ സഖാക്കൾക്കെതിരായി അടിച്ചുവിടുന്നതിന് യാതൊരു തരത്തിലുള്ള ജാള്യതയും കാണിക്കാത്ത ഈ പത്രപ്രവർത്തന അല്ലെങ്കിൽ മാധ്യമ ശൃംഖലയിലെ ഇത്തരം കടന്നാക്രമങ്ങളെ, വ്യാജ വാർത്ത നൽകുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ അതിശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളും അത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. തെറ്റായ വാർത്തകളുണ്ടാക്കി മനുഷ്യനെതിരായിട്ട്, സാധാരണ മനുഷ്യർക്കെതിരായിട്ട് അതിശക്തിയായ പ്രചാരവേല സംഘടിപ്പിക്കുന്ന നിലപാടിനെ അതിശക്തിയായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയാണ്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം പരിശോധിച്ചിട്ട് PK ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം. ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതികരിക്കുകയും വേണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.